നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നതെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞോട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസണേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ അത് വിട്ട് കളഞ്ഞേക്കുക. നിങ്ങൾ ഒരു കാരണവശാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ലാത്തവർ ആ ഒരു സാഹചര്യത്തെ അട്രാക്റ്റ് ചെയ്ത് എടുക്കരുത്. പിന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു ടാറോ റീഡറെ സമീപിച്ച് നിങ്ങളൊരു ടാറോ റീഡിംഗ് നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ടോ വഴികാട്ടിയായിട്ടോ ഒക്കെ ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ കുറച്ച് പേർ ചോദിച്ച ഒരു സംശയമാണ്, എന്താണ് ഈ ടാറോ റീഡിംഗ് എന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പറയുക എന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. ടാറോ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിൽ നമുക്ക് സംഭവിച്ച പല കാര്യങ്ങൾക്കും എന്തുകൊണ്ട് സംഭവിച്ചു എന്നും അത് ആര് കാരണം എന്നൊക്കെയുള്ള വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് ഒരു ടാറോ റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾക്ക് എങ്ങനെ മുന്നിലേക്ക് പോകണം, നാളെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾക്ക് നേരിടേണ്ട വരുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നമുക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നു. ഫ്യൂച്ചറിൽ നമുക്ക് വരാനിരിക്കുന്ന പല കാര്യങ്ങളെയും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഈ പ്രസൻറ്റിൽ തന്നെ നമുക്ക് കാര്യങ്ങളെ ചിട്ടപ്പെടുത്താനും സാധിക്കുന്ന രീതിയിൽ ഒരു ഗൈഡൻസും നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ടാറോ റീഡിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരു അസ്ട്രോളജിക്കൽ പ്രഡിക്ഷന് വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നടത്തിയിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു സോഴ്സാണ് ടാറോ കാർഡുകൾ. അതുപോലെ തന്നെ ഇതിനകത്ത് പല രീതിയിൽ നല്ല മാസ്റ്റേഴ്സ്, നല്ല കൂടുതൽ ഇതിനെക്കുറിച്ച് യൂസ്ഫുള്ളി ഉപയോഗിക്കുന്നവർക്ക് മരിച്ചുപോയവരെ വിളിച്ചു വരുത്തി പല കാര്യങ്ങളും അവർക്ക് അറിയാനും ഒരു ഗൈഡൻസ് നേടാനൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അത് അത്രത്തോളം മാസ്റ്റേഴ്സുമാർ മാത്രമാണിത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ലൈഫ് സർക്കിൾ, നമ്മുടെ സോളുമായിട്ടാണ് ഇത് കണക്റ്റഡ് ആവുന്നത്. സോളാണ് ശരിക്കും ഒരു വ്യക്തിയുടെ അതായത് സോളിൻ്റെ തിങ്കിങ് അല്ല നമ്മൾ നോർമലി പ്രകടമാകുന്നത്. നമ്മുടെ ഉള്ളിലുള്ളത് കറക്റ്റ് തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നാണ് ടാറോ റീഡിംഗ് എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ മനസ്സ് വായിച്ചെടുക്കുക എന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വന്നിരിക്കുന്നത്, നമ്മൾ ഫസ്റ്റ് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറുന്നുണ്ടോ എന്ന് നോക്കുന്നതും, രണ്ടാമത് വെച്ചിരിക്കുന്നത് നിങ്ങളിൽ എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നത്, എന്ത് സാഹചര്യം കൊണ്ടാണ് എന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഏകദേശം ഒരു പാസ്റ്റും പ്രസൻറ്റും നമ്മൾ നോക്കുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. ടെമ്പറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ആവുകയാണ്. ടെമ്പറൻസ് ബാലൻസ്, അതായത് എന്തോ ഒന്ന് അവസാനിക്കുന്നു, ഒരു ഡെത്തിൽ നിന്ന് ഒരു റീബർത്ത് സംഭവിക്കുന്നു, അതായത് ഒരു തെറ്റ് തിരുത്തപ്പെടുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാകുന്നു. അവർ മറന്നു ഒരു സക്സസ് പ്രതീക്ഷിച്ചു പോയ സ്ഥലത്ത് അവർക്ക് സംഭവിച്ചതൊരു ഡെത്താണ്. അതായത് അവരവിടെ എന്ത് ചെയ്യപ്പെട്ടു, അവരവിടെ പ്രതീക്ഷിച്ചതൊന്നും ലഭിക്കാതെ അവരവിടെ ഒരു ജസ്റ്റിസ് നേരിടേണ്ട വന്നിരുന്നു. അവർ ചെയ്ത പ്രവൃത്തി, അവർ നിങ്ങളോട് എന്തു പ്രവൃത്തിയാണോ ചെയ്തത് ആ പ്രവൃത്തിക്കുള്ള ഫലം അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്കത് കിട്ടിക്കഴിഞ്ഞു, അവരത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. ടെമ്പറൻസ് ബാലൻസിലേക്കാവാൻ അവർ ശ്രമിക്കുകയാണ്. അതായത് ശരി തെറ്റുകളെ, നല്ലതിനെയും ചീത്തയെയും അവർ തിരിച്ചറിയാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവരാഗ്രഹിച്ചതോ ചിന്തിച്ചതോ ഒന്നും അല്ലാണ്ട് അവർ ചെന്നുപെട്ട സ്ഥലത്ത് അവർ മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നാണ് കാണുന്നത്. ക്യൂൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളരെ നല്ലൊരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അവർക്ക് നല്ല സ്ട്രെങ്ത് ആയി കഴിഞ്ഞു. അവർ കുറേ കാര്യങ്ങളിൽ അനുഭവിക്കേണ്ട വന്ന് കാണാം, കുറേ ഉൾവലിഞ്ഞ് നിൽക്കേണ്ട വന്ന് കാണും, കുറേ രീതിയിൽ അവർ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ഇപ്പോൾ അവർക്ക് നല്ല സ്ട്രെങ്ത് ആയി കഴിഞ്ഞു. കാരണം അവർ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. ഇമോഷണലി അവർ ഒരുപാട് കാര്യങ്ങളെ നേരിടേണ്ട വന്നു, ഫൈറ്റിംഗ് ചെയ്യേണ്ട വന്നു. ആ ഫൈറ്റിങ്ങിൽ നിന്നൊക്കെ അവർക്ക് വിജയം കിട്ടിയെന്നാണ് നമുക്ക് കാണാൻ
കാണാൻ പറ്റുന്നത്. അവർക്കിനി മുന്നോട്ട് വരാൻ, അതായത് അവർ എവിടെയാണോ നിന്ന് പോയത് അങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പാകത്തിന് അവർക്ക് നല്ല സ്ട്രെങ്ത് ആയി കഴിഞ്ഞു. അവർക്ക് നല്ല പവർഫുള്ളായി നിൽക്കുകയാണ്. അവർ ആ ഒരു സാഹചര്യത്തെ ഉപേക്ഷിക്കുക എന്ന തീരുമാനത്തിൽ, അല്ലെങ്കിൽ അവരനുഭവിച്ച ഒരു സാഹചര്യത്തെ, അവരില്ലെങ്കിൽ നേരിടുന്ന പ്രശ്നത്തെ അവരിൽ നിന്നും ഇല്ലാതാക്കുക എന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. വളരെയധികം ബ്ലെസ്സിങ്സ് ആണ് ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. കാരണം അവർ എവിടെ നിന്നാണോ തിരിച്ചു പോയത് അങ്ങോട്ടേക്ക് അവർ തിരിച്ചു മടങ്ങുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർ പുതിയൊരു തുടക്കത്തിന് തയ്യാറാണ്. വളരെയധികം ബ്ലെസ്സിങ്സോടുകൂടി അവർക്കിടെ മുന്നിലെ വാതിൽ തുറന്ന് കിട്ടുമെന്ന ഉറപ്പോടുകൂടി ഇനി മുന്നോട്ട് പഴയതിനേക്കാൾ കൂടുതൽ സന്തോഷത്തോടെ പോകാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾക്ക് ഈ കാർഡ്സുകൾ കാണുമ്പോൾ അറിയാം ഞാൻ പറയുന്നത് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക. നിങ്ങളിലേക്ക് ആ വ്യക്തി തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ പലർക്കും തോന്നും ഇല്ല വരില്ല എന്ന്. ആ വരില്ല എന്ന് തന്നെയുള്ള ടോക്കിംഗ് നിർത്തി കഴിഞ്ഞാൽ തന്നെ വളരെ പോസിറ്റീവ് ആവുമെന്ന് മനസ്സിലാക്കുക. അപ്പം ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ്സ് ആണ്. അവർക്ക് വേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി, അവർക്ക് വേണ്ട നിങ്ങളുടെയും അവരുടെയും ആ ഒരു വാതിൽ, ക്ലോസ് ചെയ്തിരുന്ന ഒരു വാതിൽ തുറന്നു കഴിഞ്ഞു. നിങ്ങളിലേക്ക് അവർക്കിനി വരാം. അതായത് ഡിവൈൻ്റെ എല്ലാ ഹെൽപ്പും നിങ്ങളോടൊപ്പമാണ് ഇപ്പം ഡിവൈൻ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. എവിടെ നിന്നാണോ പോയത് അങ്ങോട്ടേക്ക് അവർ തിരിച്ചു മടങ്ങുന്നു എന്നാണ് കാണുന്നത്. കാരണം അവർക്കിപ്പോൾ അവരുടെ ഇന്നർ വോയിസ് ഒക്കെ പറഞ്ഞു തുടങ്ങി, അവർക്ക് തിരിച്ചറിവ് വന്നു തുടങ്ങി. അവർ ഒരുപാട് രഹസ്യങ്ങൾ, അവരുടെ ആ ഒരു ലൈഫിലെ ഒരുപാട് രഹസ്യങ്ങളെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു തുടങ്ങി. അതായത് അവരുടെ ഇൻറ്റ്യൂഷൻ, അവർ നല്ലതുപോലെ പ്രെയർ ചെയ്യാനും പ്രാർത്ഥിക്കാനും തിരിച്ചറിവുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ 8 ഓഫ് സോഴ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അതായത് അവരുടെ കണ്ണ് കെട്ടിയിരിക്കുകയായിരുന്നു. അവരവിടെ സ്റ്റക്കഡായി പോയിരുന്നു. മറ്റൊരു സ്ഥലത്ത് അവരെ ബന്ധിച്ചിരുന്ന ആ ഒരു സാഹചര്യം, അവർ ഭയങ്കര സൺറൈസിങ്ങും സന്തോഷവും ഒക്കെ പ്രതീക്ഷിച്ച് പോയൊരു സ്ഥലമാണ്. ഒരു വളരെ സക്സസ്, അവർ ചിന്തിക്കുന്നതിനേക്കാൾ ഉയർന്ന നിലയിൽ അവരുടെ സ്വപ്നങ്ങളെക്കാൾ മേളിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് അവർ നിങ്ങളെ വിട്ടുപോയ ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നു മറ്റൊരു വ്യക്തിയിലേക്കാണ് അവർ പോയത്. അവരവിടെ വളരെയധികം സ്ട്രഗിൾ ചെയ്തെങ്കിലും അവർ ചീറ്റിംഗ് ചെയ്യപ്പെടുകയാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരുന്നു, അവർ ചീറ്റിംഗ് ചെയ്യപ്പെട്ടു. നിങ്ങളോട് അവരെന്താണോ ചെയ്തത് അത് അവരവിടെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്നതുപോലെ തന്നെ അവരൊരാ സ്റ്റക്നെസ്സിൽ നിന്നും അവരുടെ കൈയും കണ്ണുമെല്ലാം കെട്ടി മുന്നോട്ട് പോകാൻ പറ്റാതെ ഒരു വലയം തീർത്ത്, അതായത് ഒരു ബ്ലാക്ക് എനർജി തീർത്ത് വെച്ചിരുന്ന സ്ഥലത്തുനിന്നും അവർ ഇപ്പോൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അവരതിൽ നിന്ന് രക്ഷപ്പെട്ടു. അവർക്കത് മനസ്സിലായി, ഞാൻ നിൽക്കുന്ന സ്ഥലം വളരെ ഡേഞ്ചറസ് ആയ ഒരു സ്ഥലമാണെന്നും ഇവിടെ നിന്നാൽ ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ എനിക്ക് യാതൊരുവിധ സന്തോഷമോ സമാധാനമോ ഒന്നും ലഭിക്കില്ല എന്നും മനസ്സിലായി. മാത്രവുമല്ല അവർ ഒരുപാട് പ്രെയർ ചെയ്യുന്നുണ്ട്. അവർ നല്ല പോലെ ഡിവൈനെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്. അവർ ശരിക്കും അവരുടെ ചെവിയിൽ വന്ന് ആരൊക്കെയോ അവർക്ക് എന്തൊക്കെയോ ഇന്നർ വോയിസ്, അവരുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ പറയുന്നു. അവർക്ക് ആ ഒരു ഇൻറ്റ്യൂഷനൊക്കെ വർദ്ധിച്ച് അനുഭവിച്ച് അവർ പല കാര്യങ്ങളും നേരിട്ടും കണ്ടും അനുഭവിച്ച് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് അവരുടെ സോള്. അവർക്ക് തിരിച്ചറിവില്ലാത്ത കാര്യത്തെ അവരുടെ സോൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അവരതിൻ്റെ തിരിച്ചറിവിൽ നിൽക്കുന്നു. അവരതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവർക്കൊരു സക്സസ് വേണം. എത്രയും പെട്ടെന്ന് അവർ ആക്ഷൻ എടുക്കും. ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അവർക്ക് പുതിയ പ്രണയം, നിങ്ങളോട് അവർക്ക് സ്നേഹവും പ്രണയവും അവർക്ക് പറയാൻ കഴിയാത്തതിനും അപ്പുറം നിങ്ങളോട് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വാല്യൂ നിങ്ങളെ അവരൊരു പവിത്രതയോടെ കാണുന്ന, ഒരു ബ്ലെസ്സിങ്സ് ആയിട്ടും ദൈവികമായ ഒന്നായിട്ട് കാണുന്ന ഒരവസ്ഥയിലേക്കാണിപ്പം അവരുടെ മനസ്സ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ അവരെ തിരിച്ചറിഞ്ഞു എന്നാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം നേരെ ഓപ്പോസിറ്റായിട്ടുള്ള അനുഭവങ്ങൾ അവർ നേരിട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത്
കിങ് ഓഫ് കപ്സ് ആണ്. അവർക്ക് സക്സസ് വേണം, ക്വിക്ക് ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാണ്, അവർ നിങ്ങളിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് വ്യക്തികളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ പൂർണ്ണമാകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. കാരണം അത്രത്തോളം അവർ ആ ഒരു സിറ്റുവേഷനെ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായതെന്ന് നോക്കാം. ഏസ് ഓഫ് കപ്സ് ആണ്. വളരെയധികം ഇമോഷണലായ ഒരു സാഹചര്യത്തെയാണ് കാണുന്നത്. അതായത് ഒരു മെഡിറ്റേഷൻ, ഒരു പ്രെയർ, ഏതോ ഒരു രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും ഒരു മാനിഫെസ്റ്റിംഗ് ചെയ്ത്, അതായത് അവരെ ശരിക്കും വശീകരിച്ചെടുത്തതുപോലെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സണെ അവരുടെ ഒന്നെങ്കിൽ നിങ്ങളുടെ കരിയർ സംബന്ധമായ എന്തോ പ്രോബ്ലംസ് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ വളരെ വലിയൊരു ലോസിങ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിനും ഇടയിൽ ഒരു ചെറിയ പരാജയം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിശ്വാസക്കുറവ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബ്ലോക്കേജ്, അത് സംഭവിച്ച സമയത്താണ് ഈ ഒരു അട്രാക്ഷൻ അവരിലേക്ക് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇവരെ അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ, അല്ലെങ്കിൽ ആ മറ്റേ വ്യക്തിയുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ ആ ഒരു പേഴ്സണാലിറ്റിയിലോ അവരുടെ ആ ഒരു നിലനിൽപ്പോ അവരുടെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി അങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആയതായിട്ട് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനിഫെസ്റ്റിംഗ് ചെയ്ത് എടുത്തതായിട്ട് തന്നെയാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണുന്നത്. നിങ്ങളുടെ ഒരു തകർച്ചയുടെ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കാണെങ്കിലും കരിയർ സംബന്ധമായിട്ടോ ഫിനാൻഷ്യലായിട്ടോ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിരുന്ന സമയത്ത് അത് നികത്താനായിട്ട്, അല്ലെങ്കിൽ അവിടെ അതിനൊരു സോഴ്സ്, ഒരു വാല്യൂ കണ്ടാണ് നിങ്ങളുടെ വ്യക്തി ശരിക്കും പറഞ്ഞാൽ നിങ്ങളിൽ നിന്നും ഒരു സപ്പോർട്ടിങ് കിട്ടില്ല എന്ന് വിചാരിച്ചോ, നിങ്ങളുടെ ഒരു ഹെൽപ്പ് അവർക്ക് കിട്ടാത്തത് തോന്നിയിട്ടോ, എന്തോ നിങ്ങളിൽ നിന്നും അവരാഗ്രഹിച്ച ഒരു കെയറിങ്ങോ എന്തോ എവിടെയോ ഒരു സംതിങ് റോങ് നിങ്ങളിൽ അവരിലും സംഭവിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളിൽ വന്നത്. ഏസ് ഓഫ് സോഴ്സ് ആണ്. വളരെയധികം മാനിഫെസ്റ്റേഷൻ ചെയ്തു, നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്തെടുത്തതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് ഏസ് ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞാൽ 24 അവേഴ്സും ആ വ്യക്തി തന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്ത് നല്ല പോലെ ഫോളോ ചെയ്ത് നിങ്ങളുടെ വ്യക്തിയെ എടുത്തതാണ്. വളരെ പ്രതീക്ഷയോടെ ഒരു പുതിയ തുടക്കം എൻ്റെ ലൈഫിൽ ഉണ്ടാകുമെന്ന വളരെ പ്രതീക്ഷയോടെയാണ് നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയിലേക്ക് പോയതായിട്ട് കാണുന്നത്. നിങ്ങളിൽ ആ ഒരു പ്രസൻസ് അവർ പ്രതീക്ഷിച്ചില്ല. നിങ്ങളിൽ നിന്നും ഒരു സപ്പോർട്ട് കിട്ടാതെ പോയി കാണാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കെയറിങ് ചെയ്യുന്നില്ല എന്നൊരു ഫീലിങ്സ് തോന്നിക്കാണാം. എന്തോ നിങ്ങളിലും അവരിലും ഉണ്ടായ ആ ഒരു കണക്ഷൻ ഇല്ലായ്മയാണ് ഇതിന് കാരണം. അവരൊരു പുതിയ തുടക്കത്തിലേക്ക് പോയത്, അവർ നിരാശയോടെ നിന്ന ആ ഒരു സമയം, അവരുടെ ഉള്ളിൽ ഒരു നിരാശ ഒക്കെ നിന്ന സമയത്താണ് ഈ വ്യക്തിയുടെ കടന്നുകയറ്റം ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നല്ല ഒരു നല്ല കഴിവൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് വന്നിരിക്കുന്നത് ഹെയറോഫൻ്റ് ആണ്. ഹെയറോഫൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, അവിടെ ഹാപ്പിനെസ് ആയിരുന്നു. ആ ഒരു സ്ഥലത്ത് വളരെയധികം നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഹാപ്പിനെസ്സും സപ്പോർട്ടിങ്, വളരെ ഉപദേശമൊക്കെ കൊടുക്കാൻ കഴിവുള്ള ആൾ, ചേർത്ത് പിടിക്കാൻ കഴിവുള്ള ആൾ, അതായത് പുള്ളി ഒരു നല്ല മാർഗദർശിയായിട്ട് തോന്നി നിങ്ങളുടെ പേഴ്സണ്. ആ വ്യക്തി വളരെ നല്ലൊരു മാർഗദർശിയായിട്ട് തോന്നി ഈ വ്യക്തിയെ. കാരണം മതിമറന്നുപോയി എന്ന് പറയാൻ നിങ്ങളുടെ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ ഒരു സാന്നിധ്യം, ഇവിടെയൊക്കെ ഉണ്ടായ ആ ഒരു തകർച്ചയിൽ ഈ വ്യക്തി പെട്ടെന്ന് കിട്ടിയ ഒരു സാന്നിധ്യം വളരെ വലിയൊരു സപ്പോർട്ടായിട്ട് ഫീൽ ചെയ്താണ് നിങ്ങളുടെ വ്യക്തി അയാളിലേക്ക് പോയത്. കൺഫ്യൂഷനായിരുന്നു, അതായത് സാമ്പത്തികമായ എന്തോ ഒരു പ്രോബ്ലം, അതല്ലെങ്കിൽ കരിയർ സംബന്ധമായിട്ടോ, അല്ലെങ്കിൽ ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റഡ് ആയ ഒരു പേഴ്സൺ ആണെന്ന് കാണാനൊക്കെ വളരെയധികം മനോഹരമായ, അങ്ങനെ എന്തോ ഒരു പെട്ടെന്ന് മറ്റൊരു വ്യക്തിക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തിയെ ആയതിനാലും, അതല്ലെങ്കിൽ ഇവിടെ സംഭവിച്ച ഒരു ഫാൾട്ട്, അല്ലെങ്കിൽ ഒരു കെയറിങ് കുറവ്, അല്ലെങ്കിൽ ഇവർക്ക് സംഭവിച്ച ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം എന്തുമാകാം, മറ്റെന്തിനോട്, അല്ലെങ്കിൽ മറ്റേ വ്യക്തിയിൽ ഉണ്ടായിരുന്ന അമിതമായ ഒരു വിശ്വാസം, അയാൾക്ക് എല്ലാ രീതിയിലും അബണ്ടൻസ് ഉള്ളൊരു വ്യക്തിയായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ വ്യക്തി ആ വ്യക്തി ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. വെറും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാത്രമായിരുന്നു നിങ്ങളുടെ പേഴ്സണോട് ആ
തേർഡ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു മനസ്സുകൊണ്ടുള്ള ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ദ 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. വളരെ അബണ്ടൻസ് പ്രതീക്ഷിച്ചു നിങ്ങളിൽ നിന്നും. നിങ്ങളുടെ കൂടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയും മെൻ്റൽ സ്ട്രഗിൾ ചെയ്യുകയും ഒരുപാട് അധ്വാനം സാമ്പത്തികമായ കാര്യത്തിലൊക്കെയാണെന്ന് തോന്നുന്നു. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുന്നത് സാമ്പത്തികമായ കാര്യത്തിലൊക്കെ നിങ്ങൾക്കുണ്ടായ തകർച്ച, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കരിയർ സംബന്ധമായിട്ടുണ്ടായ ഒരു പ്രോബ്ലംസ്, അല്ലെങ്കിൽ ആ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൻ്റെ പുറത്താണ് ഈ വ്യക്തി മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാനുണ്ടായ സാഹചര്യമെന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നു. ഒരുപാട് ഹാർഡ് വർക്കിംഗ് ചെയ്യേണ്ട ഒരു ലൈഫായി തീർന്നിരുന്നു നിങ്ങളുടെ ജീവിതം. ചിലപ്പോൾ നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്ന ലൈഫിൽ പറ്റിയ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ടായത്. പക്ഷേ അതിനെ മനസ്സിലാക്കാനോ നിങ്ങളോടൊപ്പം നിൽക്കുകയോ ചെയ്യാണ്ട് അവർ പെട്ടെന്ന് മറ്റൊരു മാർഗം കണ്ട്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്ന് കിട്ടിയ ഹെൽപ്പ് അത് പൂർണ്ണമായും സത്യസന്ധമാണെന്ന് ചിന്തിച്ച് അവർ ആ വഴിക്ക് പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സാണ് വന്നിരുന്നത്. വലിയൊരു പുതിയ പ്രതീക്ഷ, വലിയൊരു തുടക്കത്തെ പ്രതീക്ഷിച്ച് പോയെങ്കിലും അവിടെ ഒരു നിരാശയാണ് അവർക്ക് ലഭിച്ചത്. കോൺഫ്ലിക്റ്റ് ആയിരുന്നു നിങ്ങൾക്കിടയിലും. നിങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് വളരെയധികം കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും ഇമോഷണലിയൊക്കെ വളരെ ഇഷ്യൂസ് ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യം വളരെയധികം പ്രതീക്ഷ അർപ്പിച്ച് നിങ്ങളുടെ പേഴ്സൺ പോയത്. പക്ഷെ അവിടെയും വളരെയധികം സ്ട്രഗിളിംഗ് ആണ് നിങ്ങളുടെ പേഴ്സണ് നേരിടേണ്ടതായിട്ട് വന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ഇട്ടിരിക്കുന്ന മെജീഷ്യനാണ്. അവർ നല്ല പോലെ പ്രാർത്ഥിക്കുകയാണ്, അവർ മാനിഫെസ്റ്റ് ചെയ്യാണ്, അവരാ അനുഭവിച്ചത്. അതായത് 2 ഓഫ് സോഴ്സ് ആണ് രണ്ടാമത് കിട്ടുന്ന കാർഡ്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ അവരുടെ കണ്ണും കൈയും കെട്ടി നിർത്തുകയാണ്, ലോക്കായി നിൽക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ഇന്നർ വോയിസിൽ എന്തൊക്കെയോ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അവർ സ്റ്റക്കഡായിട്ട് നിൽക്കുകയാണ്. അവർ വളരെയധികം ആഗ്രഹിക്കുന്നു ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ, നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഹീലായി പോയി നിങ്ങളിലേക്ക് വരാൻ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നു. പഴയ പോലെയാണ് നിങ്ങളുടെ ലൈഫ് മതി അവർക്ക്. നിങ്ങളിൽ നിന്നും അവർ പോയ ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു, ആ ലൈഫ് മതി എന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അപ്പം നിങ്ങളെ വിട്ടേച്ചു പോയതും ഒരു സാമ്പത്തികവും കരിയർ സംബന്ധമായ പ്രോബ്ലംസും മറ്റൊരാളോട് തോന്നിയ ഒരു അട്രാക്ഷൻ, പെട്ടെന്ന് തോന്നിയ ഒരു അട്രാക്ഷൻ്റെ പുറത്തൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്ന വ്യക്തികളെയാണ്. അതായത് വളരെ സ്കോപ്പൊക്കെ പ്രതീക്ഷിച്ചാണ് നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയതായിട്ട് കാണുന്നത്. എന്താണേലും നിങ്ങളിൽ നിന്നും പോയ അവർക്കൊരു തേർഡ് പാർട്ടി ആവാൻ മാത്രമേ സാധിച്ചുള്ളൂ എന്നത് അവർക്ക് വ്യക്തമായി മനസ്സിലായി. നിങ്ങളുടെ വാല്യൂ അവർ വളരെ വ്യക്തമായി തിരിച്ചറിയുന്നു. നിങ്ങളിലേക്ക് അവർ തിരിച്ചെത്തിപ്പെടാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന മെസ്സേജ് അൺലൈക്ക്ലി എന്നാണ്. അതായത് അസാധ്യമായ ഒന്ന്. അതായത് അവരോട് പറയുന്നത് അവർ ചിന്തിക്കുന്ന കാര്യം വളരെ അസാധ്യമാണെന്നാണ് പറയുന്നത്. അത് അവർക്ക് അർഹമാണോ എന്ന്, അതായത് നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നത് നിങ്ങളുടെ പേഴ്സൺ അർഹമുള്ളതാണോ എന്ന് ആഴത്തിൽ ചിന്തിക്കാനാണ് പറയുന്നത്. നല്ലതുപോലെ പ്രെയർ ചെയ്യുകയും അവരോട് പശ്ചാത്താപിക്കപ്പെടുകയും ചെയ്യുക എന്നാണ് പറയുന്നത്. യെസ് എന്നും പറയുന്നുണ്ട്. ചിലപ്പോൾ അവിടെയും ഒരു ബാലൻസ് ആണ് കാണുന്നത്. ആ ബാലൻസിലേക്ക് എത്തിപ്പെടാൻ പറ്റട്ടെ എന്നായിരിക്കാം ഏഞ്ചൽസ് അവർക്ക് കൊടുക്കുന്ന മെസ്സേജ്. പിന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി ഈ അഫർമേഷൻ നിങ്ങൾ പറയുക. മൈ ഡിയർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ വ്യക്തിയുടെ നെയിം പറയുക. അതിനുശേഷം മൈ ഡിയർ യൂണിവേഴ്സ്, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഒന്നെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം വരും. അതല്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിന് ശാന്തമാവുകയും നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ലൈഫിനെ സേഫാക്കാനും നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ അർപ്പിക്കാനും നിങ്ങൾക്ക് 100% സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.